നമ്മൾ ആരാണെന്ന് ഇതോടെ രുദ്രന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി രുദ്രൻ നമ്മളോട് മുട്ടാനൊന്നും മടിക്കും. അയാൾ അത് അർഹിച്ചു, അത് നമ്മളങ്ങ് കൊടുത്തു. അവൻ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങി, അതല്ലേ നടന്നത്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ രുദ്രനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. രുദ്രൻ അവിടെ തന്നെ ഉണ്ട്. നീ തിരികെ ചെന്ന് ആഗ്രഹം പോലെ കൈകാര്യം ചെയ്തിട്ട് വാ. നീ എന്നെ കളിയാക്കണ്ട. ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടിയ രുദ്രനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. ഇനി അയാളുമായിട്ട് ഒരു പ്രശ്നത്തിന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മുത്തശ്ശനെ കൈവച്ചതിന് നമ്മൾ കണക്ക് തീർത്തു. പക്ഷേ അവൻ അടങ്ങിയിരിക്കില്ല. കൂടുതൽ കരുത്തോടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കും. അതപ്പ കാണാം. ഏതായാലും കുറച്ചു നാളത്തേക്ക് രുദ്രന്റെ ശല്യം നമുക്കുണ്ടാവില്ല. ആരവല്ലേ അത്? എവിടെ? അറിവ് വണ്ടി നിർത്തി. നീ എന്ത് പരിപാടിയായി കാണിക്കണേ? എന്ത് പരിപാടി? നീ ഇങ്ങനെ കൈയും കെട്ടി നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ചോണ്ട് നിന്ന പോലീസ് നിന്നെ എടുത്തോണ്ടങ്ങ് പോവും. ഇതുവരെ നടക്കാത്തൊരു കാര്യമാണല്ലോ ഇനി നടക്കാൻ പോകുന്നത്. മതി, ഇനി കൂടുതൽ വാചകം അടിക്കേണ്ട. വന്ന വണ്ടി കയറി നടക്ക്. കേറ് പെട്ടെന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ആരെങ്കിലും കാണുന്നതിന് മുൻപ് വന്ന് വണ്ടി കേറിടാ അങ്ങോട്ട്. നീ എന്തിനാ ഞങ്ങള് പോന്നതിന് പിന്നാലെ പുറത്തിറങ്ങിയത്? നിങ്ങൾ അവിടെ ഇല്ലാത്തോണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അല്ല, നിങ്ങൾ പോയി രുദ്രനെ എടുത്തിട്ട് അലക്കിയതേ നാളെ നിങ്ങൾക്ക് പ്രശ്നമാവൂ. ഞങ്ങള് രുദ്രനെ അലക്കിയത് നീ എങ്ങനെ അറിഞ്ഞു? നീ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ സഹായിക്കാനായി ഞാനവിടെ വന്നായിരുന്നു. അപ്പോഴേക്ക് നിങ്ങള് രുദ്രന്റെ ചീട്ട് കയറി കളഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ. നിങ്ങൾ 5 പേരും പുലികളാ. അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായേ? അല്ല, ഈ രുദ്രന്റെ ഗസ്റ്റ് ഹൗസിന്റെ പുറത്ത് വീണ് കിടന്നവരെ നിങ്ങളാണോ അവസരാക്കിയത്? അത് നീ കണ്ടില്ലേ? അവന്മാരെ ഒറ്റയ്ക്ക് അടിച്ച് വീഴ്ത്തത് ഞാനാ. അവന്മാരെ ഓരോരുത്തവരായിട്ട് ചവിട്ടി കൂട്ടിയിട്ടത് കൊണ്ട് അകത്ത് വന്ന അവന്മാർ നമ്മളെ കണ്ടില്ല. അല്ല, മേഘ തനിച്ചാണ് ഇതെല്ലാം ചെയ്തത്? ഇതിനൊക്കെ ഞാൻ മാത്രം മതി. ഇവരുടെയൊക്കെ സഹായമേ വേണ്ട ആരവേ. മതി മതി, ഇനിയും തള്ളിയാലേ ഞങ്ങളെല്ലാം ഈ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോകും. മേഘ ഭയങ്കര സംഭവമാണല്ലോ. ഇതൊക്കെ എന്ത്? എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നേ? നമ്മളെ കുറിച്ച് കുറച്ച് പേടിയുണ്ടാവാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ നിന്റെ പേടിയെ പറ്റി പറഞ്ഞതാ. രുദ്രൻ നിനക്ക് പേടിയാണല്ലോ, ആ പേടി ഞങ്ങൾക്കില്ല. രുദ്രനെ നിങ്ങൾ തല്ലിയ സ്ഥിതിക്ക് അയാൾ പ്രതികാരം ചെയ്താലോ? അയാൾ എന്ത് ചെയ്യുന്ന? അയാള് പോലീസിനെ അറിയിച്ച പോലീസ് നിങ്ങളെ തേടി വരില്ലേ? പോലീസ് എന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. അയാൾ അതിനത് പുറത്തു പറയാൻ സാധ്യതയില്ല. ഇതോടുകൂടി ഒന്നെങ്കിൽ അയാൾ നമ്മളെ പിന്തുടരുന്നതും നമ്മുടെ വീട്ടുകാരെ ലക്ഷ്യം വെക്കുന്നതും അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അയാൾ പ്രതികാരം ചെയ്യാൻ വരും. എന്നാലും രുദ്രനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇരുതല മൂർച്ചുള്ള വാള അയാള്. അയാൾ എന്തേലും ആവട്ടെ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം.
ഷൈനി, ആരെങ്കിലും ഉണ്ടോന്ന് ഇറങ്ങി നോക്കിയേ. ആരവേ, ഇവിടെ ആരുമില്ല, നീ വേഗം ഇറങ്ങ്. വേഗം ഇറങ്ങ. വാ വാ, നടക്ക്. അടച്ചോ. അവധി കഴിഞ്ഞ് ആരും എത്തത് നമുക്ക് ഗുണമായി. നീ ബാക്കി നിക്ക്. അലീനയും ഫ്രണ്ട്സ് പോയതാ ആരവിന്റെ കാര്യത്തിൽ നമുക്ക് സമാധാനം. സൂക്ഷിച്ചു പറഞ്ഞേ. അലീന ആന്റി. അലീന. അയ്യോ, ദേ അലീനയും ഫ്രണ്ട്സും. അയ്യോ, അവരാ ആരവനെ കണ്ടോ? ആരവനെ എവിടെയെങ്കിലും ഒളിക്ക്. എടാ, അയ്യോ, അവനെവിടെ? അവൻ അവരെ കണ്ടിട്ട് എങ്ങോട്ടോ മാറിയെന്ന് തോന്നുന്നേ. ആ, കൂളായിട്ട് നിക്കെല്ലാരും. വാടി. ആഹാ, നീയൊക്കെ കർണാടകയിൽ പോയിട്ട് എപ്പ തിരിച്ചെത്തി? നിങ്ങൾ ഇവിടുന്ന് പോയതിനു പിന്നാലെ ഒരു താർ ജീപ്പ് അപകടത്തിൽപ്പെട്ടുന്നു, ആരൊക്കെ ഹോസ്പിറ്റലായെന്നൊക്കെ കേട്ടല്ലോ. ഞങ്ങള് കരുതിയത് നിങ്ങളാന്ന്. നിങ്ങൾ 5 പേരും ഹോസ്പിറ്റൽ ഐസിയിലാന്ന ഞങ്ങള് കേട്ടെ. ട്രിപ്പ് പോയപ്പോ വണ്ടി കേടാക്കിയത് ഇവരാന്നല്ലേ ആരവ് നമ്മളോട് പറഞ്ഞത്? നിങ്ങളെ വണ്ടിയിൽ കറങ്ങി നടക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണേ. എപ്പോഴാ നിങ്ങളുടെ താർ ജീപ്പ് നിയന്ത്രണം വിട്ട് വല്ല കൊക്കയിലും ചെന്ന് വീഴുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിർത്തി. എടി, നീ എന്നോട് നിർത്താൻ പറയാനായോ? നീയൊന്നും കൂടുതൽ സംസാരിക്കണ്ട. ഞങ്ങളുടെ വണ്ടിയെ അപകടപ്പെടുത്താൻ നീയൊക്കെ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം.